പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ പുതിയ സെക്ഷൻ വൈദ്യുത പവർ. നമ്മൾ കഴിഞ്ഞ സെക്ഷൻ വരെ വൈദ്യുതോർജ്ജത്തിന്റെ താപഫലത്തിനെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞു മനസ്സിലാക്കി. ഇനി അടുത്തത് എന്താണ് വൈദ്യുത പവർ, അതിനു മുമ്പ് എന്താണ് പവർ. ഫിസിക്സിന് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മസിൽ പവർ അല്ല. ഓക്കെ, അപ്പോൾ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ചെറുതായിട്ട് തന്നെ പറയാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് വാരി വെച്ച് പറയുന്നില്ല. പവർ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പവർ സമം പ്രവൃത്തി ബൈ സമയം, അല്ലെ? പ്രവൃത്തി ബൈ സമയം. അതായത് ഒരു സെക്കൻഡിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് പവർ. ഒരു സെക്കൻഡിൽ നല്ലോണം പണിയെടുക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കുക, അയാളുടെ പവർ കൂടുതലാണ്. അതേ ഒരു സെക്കൻഡിൽ വേറൊരാളെ കുറച്ച് പണിയെടുക്കുന്നുള്ളൂ എങ്കിൽ അയാളുടെ പവർ കുറവാണ്. ഓരോ സെക്കൻഡിലും ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് പവർ. അപ്പൊ നമ്മൾ അതിനെങ്ങനെ വൈദ്യുതോപകരണത്തിന്റെ കേസിൽ പറയും? വൈദ്യുത പവർ എന്ന് വെച്ചാൽ എന്താ? ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് ആരെന്നറിയാവുക? വൈദ്യുതോപകരണമാണ് പ്രവൃത്തി ചെയ്യുന്നത് എങ്കിൽ അത് വൈദ്യുത പവറായി. അതായത് ഒരു സെക്കൻഡിൽ ഒരു വൈദ്യുതോപകരണം ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് അതിന്റെ പവർ. നന്നായി കേൾക്കണേ, ഒരു സെക്കൻഡിൽ ഒരു വൈദ്യുതോപകരണം ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് അതിന്റെ പവർ. വൈദ്യുതോപകരണം പ്രവൃത്തി ചെയ്യുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ ഫാനിലേക്ക് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, വൈദ്യുതോർജ്ജം കൊടുത്തു കഴിഞ്ഞാൽ അത് കറങ്ങുന്നു, അത് ചെയ്യുന്ന പ്രവൃത്തിയാണത്. ബൾബിലേക്ക് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രവർത്തിച്ചിട്ട് പ്രകാശം തരുന്നു, അത് ചെയ്യുന്ന പ്രവൃത്തിയാണത്, അല്ലെ? മിക്സിയിലേക്ക് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയാ, റോട്ടർ കറങ്ങുന്നു, അത് ചെയ്യുന്ന പ്രവൃത്തിയാണത്. അപ്പോൾ ഓരോ സെക്കൻഡിലും ഒരു വൈദ്യുതോപകരണം എത്ര പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അതാണ് അതിന്റെ പവർ. അപ്പൊ നമുക്ക് അവിടെ എങ്ങനെ എഴുതാം? വൈദ്യുതോപകരണത്തിന്റെ പവർ സമം പ്രവൃത്തി, വർക്ക് ബൈ സമയം. ഇനി ഒരാള് പ്രവൃത്തി ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന് എനർജി വേണ്ടേ, ഊർജം വേണ്ടേ? നല്ലോണം പ്രവൃത്തി ചെയ്യുമ്പോൾ അയാൾ നല്ലോണം ഊർജം ഉപയോഗിക്കും, അല്ലെ? ഞാനിപ്പോ നല്ലോണം പ്രവൃത്തി ചെയ്യണമെങ്കിൽ എനിക്ക് എത്രത്തോളം ഊർജം വേണം? അതായത് ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് ചെലവഴിക്കുന്ന ഊർജത്തിന് തുല്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വൈദ്യുതോപകരണം പ്രവൃത്തി ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അപ്പോൾ അയാൾക്ക് എന്ത് വേണം? വൈദ്യുതോർജ്ജം വേണം. ഒരു വൈദ്യുതോപകരണം നല്ലോണം പ്രവൃത്തി ചെയ്താൽ നിസ്സംശയം പറയാം അയാൾ നല്ലോണം വൈദ്യുതോർജ്ജം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പവറിന്റെ നിർവചനം വേറെ രീതിയിൽ പറയും. എങ്ങനെയെന്ന് അറിയാവുക? പവർ സമം പ്രവൃത്തി ബൈ സമയം. ചെയ്ത പ്രവൃത്തി ബൈ സമയം. ചെയ്ത പ്രവൃത്തി എന്തിന് തുല്യമാണ്? ചെലവഴിച്ച ഊർജത്തിന് തുല്യമാണ്. ഊർജം ബൈ സമയം എന്ന് എഴുതാം. ഊർജം ബൈ സമയം. അപ്പൊ വൈദ്യുതോപകരണത്തിന്റെ കേസിൽ അതെന്താണ്? ചെലവഴിച്ച വൈദ്യുതോർജം ബൈ സമയം. സോ വൈദ്യുത പവർ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പറയാം. ഒന്ന്, ഒരു വൈദ്യുതോപകരണം ഓരോ സെക്കൻഡിലും ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ്, അല്ലെങ്കിൽ ഒരു വൈദ്യുതോപകരണം ഓരോ സെക്കൻഡിലും ചെലവഴിച്ച വൈദ്യുതോർജ്ജത്തിന്റെ അളവ്. ഓക്കെ, ഇനി ആ വൈദ്യുതോപകരണം ഒരു താപനോപകരണമാണ് എങ്കിൽ അതിന് കൊടുക്കുന്ന ഊർജ്ജം മുഴുവൻ എന്തായിട്ട് മാറും? താപോർജ്ജമായിട്ട് മാറും. അതായത് ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? എച്ച് ആയിരിക്കും. അപ്പോൾ പവറിന് വേറൊരു ഇക്വേഷൻ കൂടി കിട്ടി. പവർ പി സമം എച്ച് ബൈ ടി. ഇത്രയും ഇക്വേഷൻസ് ഒന്ന് തലയിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് വൈദ്യുത പവർ എന്നുള്ള കാര്യത്തിൽ സംശയം വരില്ല. എന്താണെന്ന് കൂടി പറയാം. വൈദ്യുത പവർ എന്താ? ഒരു വൈദ്യുതോപകരണം ഓരോ സെക്കൻഡിലും ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ്, അല്ലെങ്കിലോ ഒരു വൈദ്യുതോപകരണം ഓരോ സെക്കൻഡിലും ചെലവഴിക്കുന്ന വൈദ്യുതോർജ്ജത്തിന്റെ അളവ്, അല്ലെങ്കിലോ ഒരു താപനോപകരണം ഒരു സെക്കൻഡിൽ ഉണ്ടാക്കുന്ന താപോർജ്ജത്തിന്റെ അളവ്. ഇതാണ് വൈദ്യുത പവർ. ഇനി എന്തായിരിക്കും അതിന്റെ യൂണിറ്റ്? പവറിന്റെ യൂണിറ്റ് എന്തായിരിക്കും? പ്രവൃത്തിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ ഊർജത്തിന്റെ യൂണിറ്റ് ബൈ സമയത്തിന്റെ യൂണിറ്റ്. ഊർജത്തിന്റെ യൂണിറ്റ് എന്താ? ജൂൾ. സമയത്തിന്റെ യൂണിറ്റോ? സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡ്. അതാണ് പവറിന്റെ യൂണിറ്റ്. ഈ ജൂൾ പെർ സെക്കൻഡിനെയാണ് നമ്മൾ വാട്ട് എന്ന് വിളിക്കുന്നത്. എന്താണ്? വാട്ട്. വാട്ട്. അതിന് W എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പൊ എന്താണ് പിന്നെ വൈദ്യുത പവർ, അതിന്റെ യൂണിറ്റ് എന്നിവ മനസ്സിലാക്കി. ഇനി അടുത്തത്
ഏതൊരു വൈദ്യുതോപകരണത്തിലും അതിന്റെ പവർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫാനില് 60 വാട്ട് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്താണ് അടയാളപ്പെടുത്തിയത്? അതിന്റെ പവർ. ഇനി എന്താണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 60 വാട്ട് പവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഓരോ സെക്കൻഡിലും ആ ഫാന് 60 ജൂൾ ഊർജം ഉപയോഗിക്കുന്നു. എങ്ങനെ നോക്കേ, 60 വാട്ട് എന്ന് വെച്ചാൽ എന്താ? ജൂൾ പെർ സെക്കൻഡ് എന്നല്ലേ? അപ്പൊ 60 ജൂൾ പെർ സെക്കൻഡ്. ഓരോ സെക്കൻഡിലും 60 ജൂള്, ഓരോ സെക്കൻഡിലും 60 ജൂൾ ഊർജം ഉപയോഗിക്കുന്നു ഫാൻ. ഇനി ഒരു ബൾബില്, ഒരു LED ബൾബിൽ 20 വാട്ട് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അർത്ഥം ഓരോ സെക്കൻഡിലും 20 ജൂൾ ഊർജം ഉപയോഗിക്കുന്നു. ഈ ഉപയോഗിച്ച ഊർജം അവർ എന്താക്കുന്നത്? അതുകൂടി പറയണം. എല്ലാ വൈദ്യുതോപകരണവും ഉപയോഗിക്കുന്ന ഊർജം ഒരുപോലെയാണ് മാറ്റുന്നത്? അല്ല. ഫാനിന്റെ കേസിൽ അതെന്തായിട്ട് മാറും? യാന്ത്രികോർജമായിട്ട് മാറും. കുറച്ച് താപോർജം ഉണ്ടാവും. ബൾബാണെങ്കിലോ പ്രകാശോർജമാക്കി മാറ്റി കുറച്ച് താപോർജം ഉണ്ടാവും. അതായത് ഇപ്പൊ ഇത് ഫാനിന്റെ ആണ് ഞാൻ പറഞ്ഞത്. ഫാനിന്റെ പവർ 60 വാട്ട് എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും 60 ജൂള് വൈദ്യുതോർജം ഉപയോഗിച്ചിട്ട് അതിനെ എന്താക്കിയിട്ട് മാറ്റുന്നു? 60 ജൂള് യാന്ത്രികോർജമാക്കി മാറ്റുന്നു. ഇനിയോ ഈ ബൾബ് എന്താ ചെയ്യുന്നത്? ഓരോ സെക്കൻഡിലും 20 ജൂള് വൈദ്യുതോർജം ഉപയോഗിച്ചിട്ട് അതിനെ പ്രകാശോർജമാക്കി മാറ്റുന്നു. അപ്പോൾ ഒരു ഉപകരണത്തിൽ, വൈദ്യുതോപകരണത്തിൽ പവർ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അടുത്തത് പ്രധാനപ്പെട്ട 2 ഇക്വേഷൻ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകണം. ഒന്ന്, ഒരു ഉപകരണത്തിൽ, ഏത് ഉപകരണത്തിലാണെങ്കിലും അതിന്റെ പവർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഒരു ഉപകരണത്തിന്റെ പവർ P ആണെന്ന് വിചാരിക്കാം. ആ P പവറുള്ള ഉപകരണം T സമയത്തേക്ക് പ്രവർത്തിപ്പിക്കുന്നു. P പവറുള്ള ഉപകരണം T സമയത്തേക്ക് പ്രവർത്തിപ്പിക്കുന്നു എങ്കിൽ അത് ഉപയോഗിക്കുന്ന വൈദ്യുതോർജത്തിന്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കാം? പറയാൻ പറ്റുക? വളരെ സിമ്പിൾ. എന്താണ് നമുക്ക് വേണ്ടതാണ്? E അല്ലേ വേണ്ടത്? നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ അല്ലേ? P = E/T. പവറും ടൈമും അറിയാമെങ്കിൽ ഊർജം എങ്ങനെ കണ്ടുപിടിക്കാം? E = PT. അങ്ങനെയാണെങ്കിൽ നോക്ക്, നമ്മളെ കയ്യിൽ 60 വാട്ടുള്ള ഫാൻ ഉണ്ട്. 60 വാട്ടുള്ള ഫാന് 5 മിനിറ്റ് നേരം പ്രവർത്തിപ്പിച്ചാൽ എത്ര വൈദ്യുതോർജം ഉപയോഗിക്കും? കണ്ടുപിടിച്ചൂടെ? എത്രയാണ്? E = PT. പവർ എത്രയാണ്? 60 വാട്ട്. എത്ര സമയത്തേക്ക് പ്രവർത്തിപ്പിച്ചു എന്നാ പറഞ്ഞത്? 5 മിനിറ്റ്. 5 മിനിറ്റ് എന്നുള്ളതിന് സെക്കൻഡിലേക്ക് മാറ്റി. 5 × 60 സെക്കൻഡ്. അപ്പൊ എന്തായി? 60 × 5 30. ഒരു 0 300 3 18 18,000 ജൂൾ ഊർജമാണ്. ആ ഫാനിന് പ്രവർത്തിക്കാൻ ഒരു സെക്കൻഡിൽ 5 മിനിറ്റിൽ 18,000 ജൂൾ ഊർജം വേണം. ഓക്കെ. ഒരു LED ബൾബ്, 20 വാട്ടുള്ള ഒരു LED ബൾബ്, അതിനെ നിങ്ങൾ 1 മണിക്കൂർ നേരം പ്രവർത്തിപ്പിക്കുന്നു. 1 മണിക്കൂർ എങ്കിൽ അത് ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ അളവ് എത്ര? E = PT. P എത്രയാ? 20. T എത്രയാ? 1 മണിക്കൂർ. 1 മണിക്കൂർ എന്ന് വെച്ചാൽ എത്ര സെക്കൻഡാ? 3600 സെക്കൻഡ് അല്ലെ? ഈക്വൽ ടു ഈ 3 സോറി 2 × 36 72. എത്ര 0? 1 2 3 72,000 ജൂൾ. ഓക്കെ. അപ്പൊ 1 മണിക്കൂറിൽ അത് ഉപയോഗിക്കുന്ന ഊർജം 72,000 ജൂൾ. സംശയമില്ലല്ലോ. അപ്പൊ പവറും സമയം കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ അളവ് കണ്ടുപിടിക്കുന്നത് പ്രയാസമല്ല. ഇനി വേറൊന്ന്, ഒരു താപനോപകരണം. താപനോപകരണം എന്താ? കൂടെ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ താപമാക്കിയിട്ട് മാറ്റും. ആ താപനോപകരണത്തിന്റെ പവർ P ആണ്. അത് പ്രവർത്തിപ്പിക്കുന്ന സമയം T ആണ്. എങ്കിൽ അതിൽ ഉത്പാദിപ്പിക്കുന്ന താപോർജത്തിന്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കാം? പറഞ്ഞോ? എങ്ങനെ കണ്ടുപിടിക്കാം? താപോർജത്തിന്റെ അളവ് H = ഇവിടെ നോക്കില്ല, P = H/T.
എങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപോർജ്ജത്തിന്റെ അളവ് H സമം PT. H സമം PT. സംശയമുണ്ടാ? ഓക്കെ. അപ്പൊ H സമം PT. ഇത്രയും കാര്യങ്ങളാണ് കാര്യം. ഇനി ചെറിയൊരു കാര്യം കൂടി പറഞ്ഞ ശേഷം നമുക്ക് ഈ സെക്ഷനിൽ സ്റ്റോപ്പ് ആക്കാം. അപ്പൊ എന്താണ് പവർ, എന്താണ് അതിന്റെ യൂണിറ്റ്, പവർ രേഖപ്പെടുത്തിയാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പവറും ടൈമും തന്നു കഴിഞ്ഞാൽ ഊർജ്ജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, പവറും ടൈമും തന്നു കഴിഞ്ഞാൽ താപനോപകരണമാണെങ്കിൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന താപോർജ്ജത്തിന്റെ അളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് വൈദ്യുതോപകരണത്തിന്റെ പവർ കണ്ടുപിടിക്കാനുള്ള 3 സൂത്രവാക്യങ്ങൾ, സമവാക്യങ്ങൾ, ഇക്വേഷൻസ് കണ്ടെത്താൻ വേണ്ടി പോവാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇപ്പൊ മക്കളെ പറയാൻ വേണ്ടി പോകുന്നത്. 3 ഇക്വേഷൻസ് ആണ്. നമുക്കറിയാവുന്നതാണ് P is equal to H/T അല്ലെ? P is equal to H/T അല്ലെ? P is equal to H/T. പക്ഷെ Hനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാലോ, I²RT. നമ്മൾ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞത് I²RT. So H സമം I²RT. I²RT/T. P സമം H/T സമം I²RT/T. അപ്പൊ എന്താണ്? T cancelled. So P is equal to I²R. ഇത് കണ്ട I²RT എന്താ? H. H ൽ നിന്ന് T ഒഴിവാക്കിയാൽ P ആയി. H ൽ നിന്ന് T ഒഴിവാക്കിയാൽ P ആയി. ഓക്കെ, I²RT is H. H ൽ നിന്ന് T ഒഴിവാക്കിയാൽ P ആയി. അതേസമയം P ന്റെ കൂടെ T ചേർത്താലോ H ആയി. അതാണ് ഇവിടെ കണ്ടത്. P ന്റെ കൂടെ T ചേർത്താൽ H ആയി. H ൽ നിന്ന് T ഒഴിവാക്കിയാൽ P ആയി. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ P സമം H/T. H ന് വേറെ ഇക്വേഷൻ കൂടി അറിയാം നമുക്ക്. എന്ത്? VIT/T. T cancelled. So P is equal to VI. P is equal to VI. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തത് P is equal to H/T. ഓക്കെ, ഈക്വൽ ടു V²T/R. ഓർമ്മയില്ലേ? H ന്റെ ഇക്വേഷൻ V²T/R ബൈ T. T cancelled. ബാക്കി എന്താ? P is equal to V²/R. കണ്ട, P ക്ക് മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി. അങ്ങനെ P ക്ക് ടോട്ടല് 3 ഇക്വേഷൻസ്, 3 അല്ല 4 ഇക്വേഷൻസ്. P is equal to H/T, P is equal to I²R, P is equal to VI, P is equal to V²/R. ഓക്കെ, അപ്പൊ ഇത്രയും വെച്ചിട്ട് നമ്മൾ 2-3 കണക്ക് കൂടി ചെയ്തിട്ടായിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഒന്നാമത്തെ കണക്ക് 115 ഓം പ്രതിരോധമുള്ള ഒരു താപനോപകരണത്തിലൂടെ 2 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നെങ്കിൽ ഉപകരണത്തിന്റെ പവർ എങ്ങനെ കണ്ടുപിടിക്കും? എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ കൂടെ മക്കളെ? എന്താണ് തന്നിട്ടുള്ളത്? പ്രതിരോധം 6 തന്നിട്ടുണ്ട്. എത്രയാണ്? 115 ഓം. എത്രയാണ് കറന്റ്? ഒഴുകുന്ന കറന്റ് I is equal to 2 ആംപിയർ. ഇത് കണ്ടുപിടിക്കേണ്ടത് പവർ. എങ്ങനെ കണ്ടുപിടിക്കും? പവറും ഐയും ആറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ ഏതാ? P is equal to I²R അല്ലേ? സമം ഐന്റെ സ്ക്വയർ എത്രയാ? 2 ന്റെ സ്ക്വയർ ഇൻറ്റു 6 115. 4 ഇൻറ്റു 115 അല്ലേ? എത്രയാണ്? 115 ഇൻറ്റു 115. 115 പ്ലസ് 115 250 അല്ലെ? 500 അല്ലെ? 500 വാട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദ്യുത ബൾബിലൂടെ 0.4 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നെങ്കിൽ ആ ബൾബിന്റെ പവർ എത്രയാണ് എന്ന് കണക്കാക്കുക. എങ്ങനെ കണക്കാക്കും? സിമ്പിൾ. എത്രയാണ് വോൾട്ടേജ്? V is equal to 230 വോൾട്ട്. കറന്റ് I is equal to 0.4 ആംപിയർ. പിന്നെയോ പവർ P ആണ് നമുക്ക് കണക്കാക്കേണ്ടത് അല്ലെ? സോ P is equal to VI.
വിയും ഐയും തന്നിട്ടുണ്ടെങ്കിൽ പവർ കണക്കാക്കാനുള്ള ഇക്വേഷൻ P is equal to VI. So P is equal to VI. V എത്രയാണ്? 230.4 അല്ലെ? കുറിച്ച് കഴിഞ്ഞാൽ 3 4 12 24 8 1 9 ഒരു 0 വരും. ഒരു പോയിന്റ് മാറിയിട്ട് കുത്തുക, പോയിന്റ് ഇടാം. അപ്പൊ എന്താണ്? 92 വാട്ട്. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 120 ഓം പ്രതിരോധമുള്ള ഒരു വൈദ്യുത ബൾബ് 240 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ പവർ എന്താ? ഇത് നമ്മുടെ മൂന്നാമത്തെ പ്രോബ്ലമാണ്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? പ്രതിരോധം 6 സമം 120 ഓം, വോൾട്ടേജ് V സമം 240 വോൾട്ട്, പവർ P ആണ് കണ്ടെത്തേണ്ടത്. എന്താണ് ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ? P സമം V²/R അല്ലെ? V എത്രയാണ്? 240. അതിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 240 × 240 ബൈ R. R എത്രയാ? 120. 240 എത്ര 120 ഉണ്ട്? 2 അല്ലെ? അപ്പോ 240 × 2 480 വാട്ട്. നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ, 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന വൈദ്യുത ഹീറ്ററിന്റെ പവർ 920 ഓം ആണ്. ഹീറ്ററിൽ കൂടി 5 മിനിറ്റ് നേരത്തേക്ക് വൈദ്യുതി പ്രവഹിപ്പിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം കണക്കാക്കുക. നമുക്ക് താപമാണ് കണക്കാക്കേണ്ടത്. അതിന് പവർ തന്നിട്ടുണ്ട്, പ്രവർത്തിപ്പിക്കുന്ന സമയം തന്നിട്ടുണ്ട്. അപ്പൊ പ്രവർത്തിപ്പിക്കുന്ന സമയവും പവറും തന്നു കഴിഞ്ഞാൽ താപം കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്. എന്താണ്? H സമം PT. ഓക്കെ. അപ്പൊ ഈക്വൽ ടു P എത്രയാണ്? 900. പവർ 920 വാട്ടാണ്. സോറി, 920 വാട്ടാണ്. 920 വാട്ടാണ്. 920 ഇൻറ്റു T എത്രയാണ്? 5 മിനിറ്റ് എന്ന് വെച്ചാൽ 5 × 60. ഓക്കെ. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2,76,000 ജൂള് എന്ന് കിട്ടും. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്, ഒരു വൈദ്യുതോപകരണത്തിൽ 800 വാട്ട് 200 വോൾട്ട് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഈ ഉപകരണം 100 വോൾട്ടിൽ പ്രവർത്തിപ്പിച്ചാൽ ഉള്ള പവർ എത്രയാണ്? 50 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോഴുള്ള പവർ എത്രയാണ്? ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊരു വൈദ്യുതോപകരണം എടുത്തു കഴിഞ്ഞാലും, നിങ്ങളുടെ വീടുകളിൽ തന്നെയുള്ള ഏതൊരു വൈദ്യുതോപകരണം എടുത്തു കഴിഞ്ഞാലും അതിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇതുപോലെ ഒരു വാട്ടിലുള്ള ഒരു അളവും ഒരു വോൾട്ടിലുള്ള അളവും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത് അതിന്റെ പവറാണ്. ആ ഉപകരണത്തിന്റെ പവർ 800 വാട്ടാണ്. പിന്നെ ഇതിനാണ് മറ്റ് തൊട്ടപ്പുറത്ത് അത് 200 വോൾട്ട് എന്ന് അടയാളപ്പെടുത്തിയത്. അതിന്റെ അർത്ഥം ആ ഉപകരണം 800 വാട്ടിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് 200 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുക്കണം. 200 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുത്താൽ മാത്രമേ അത് 800 വാട്ടിൽ പ്രവർത്തിക്കത്തുള്ളൂ. അതായത് 800 വാട്ട് എന്ന് പറയുന്ന പവറിൽ അത് പ്രവർത്തിക്കണമെങ്കിൽ അയാൾ ചോദിക്കുന്ന കൂലിയാണത്. ഏതുപോലെ ഇപ്പൊ നമ്മളിപ്പോ സാധാരണ വീട്ടിലൊരു ജോലിയുണ്ട്, നമ്മളൊരു ജോലിക്കാരനെ വിളിച്ചു, ജോലി എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. അപ്പോൾ അയാൾ ഡിമാൻഡ് പറഞ്ഞു, ഒരു ദിവസത്തേക്ക് എനിക്ക് 500 രൂപ തന്നാലേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ. അയാൾ പറഞ്ഞ കൂലി കൊടുത്താൽ എന്ത് ചെയ്യും? അയാൾ സാധാരണ അയാളുടെ കഴിവിന് അനുസരിച്ചിട്ടുള്ള പണി അയാൾ എടുക്കും, ശരിയല്ലേ? അപ്പോൾ ആ പണി എടുക്കാൻ വേണ്ടിയിട്ട് അയാൾ ചോദിക്കുന്ന കൂലിയാണത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു 500 ഒന്നും തരൂല, വേണമെങ്കിൽ 400 നമുക്ക് ഉറപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് 400 രൂപ കൂലിക്ക് വേണ്ടിയിട്ട് അയാൾ കൊണ്ടുപോയാൽ അയാൾ എന്ത് ചെയ്യും? 500 രൂപ കിട്ടാത്തതിന്റെ ഒരു ദേഷ്യം അയാൾ ആ ജോലിയിൽ കാണിക്കും. പെർഫെക്റ്റ് ആവില്ല ജോലി, ശരിയല്ലേ? നിങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചെങ്കിൽ ആ ജോലിക്കാരനോട് ഇങ്ങനെ പറഞ്ഞു, 500 അല്ല 1000 തന്നെ തരാം, ആ ജോലിയിൽ നിന്ന് തീർത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ കൊണ്ടുപോയാലോ 1000 കിട്ടുന്ന സന്തോഷത്തിൽ അയാൾ നല്ലോണം പണിയെടുക്കും, നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ സന്തോഷത്തിൽ. അപ്പൊ എന്താവും? ഓവറായിട്ട് ജോലി എടുക്കുമ്പോൾ അയാൾ പെട്ടെന്ന് ടയേർഡാവും.
അയാളുടെ കപ്പാസിറ്റി കുറയും. അതേപോലെ ഒരു വൈദ്യുതോപകരണത്തിന് രേഖപ്പെടുത്തിയിട്ടുള്ള പവർ, ഈ പവർ കിട്ടണമെങ്കിൽ, അതായത് ഈ പവറിൽ അയാൾ പ്രവർത്തിക്കണമെങ്കിൽ അയാൾ ചോദിക്കുന്ന കൂലിയാണിത്. ഈ കൂലി കൊടുത്താലേ ഈ പവറിൽ വർക്ക് ചെയ്യുള്ളൂ. ഇനി ഇതിനേക്കാൾ കുറഞ്ഞ വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്, ഇത്ര വോൾട്ടേജ് കൊടുക്കുന്നില്ല എങ്കിൽ അയാളുടെ പണി കുറയും അല്ലെ? ഇപ്പൊ നമ്മൾ സാധാരണ കാണില്ല, വീട്ടിലെ വോൾട്ടേജ് കുറയുമ്പോൾ ഫാനിന്റെ സ്പീഡ് കുറയും, ബൾബിന്റെ പ്രകാശ തീവ്രത കുറയും. എന്തേ? അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വോൾട്ടേജ് കൊടുക്കാതിരിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു? അതിന്റെ പണി കുറയ്ക്കും. ചെറിയ ആ പറഞ്ഞ രീതിയിലുള്ള പണി അയാൾ എടുക്കുന്നില്ല. ഇനിയെങ്ങാനും നിങ്ങൾ നല്ലോണം വോൾട്ടേജ് കൊടുത്താലും, അയാൾ ചോദിച്ചതിനേക്കാൾ കൂടുതലായിട്ട് കൂലി കൊടുത്താലും അയാൾ നല്ലോണം വർക്ക് ചെയ്തിട്ട് കേടാവും. ഓവർ വോൾട്ടേജ് വന്നാൽ ബൾബ് ഫ്യൂസ് ആവും, ഫാൻ കത്തി പോകാം. ഓക്കെ, അപ്പോ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇങ്ങനെ ഒന്ന് തന്നിട്ട്, ഫോർ എക്സാമ്പിൾ, ഒരു വൈദ്യുതോപകരണത്തിൽ 300 വാട്ട് 230 വോൾട്ട് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അർത്ഥം? 230 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ മാത്രമേ 300 വാട്ട് പവറിൽ അത് പ്രവർത്തിക്കത്തുള്ളൂ. ഓക്കെ, ഇവിടെയോ 200 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുത്താലേ 800 വാട്ട് പവറിൽ അയാൾ പ്രവർത്തിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ക്ലിയറായി? ഇനി അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അപ്പോൾ ഇതിന് 100 വോൾട്ട് കൊടുത്താൽ അയാളുടെ പവർ എത്രയായിരിക്കും? 100 വോൾട്ട് കൊടുത്താൽ അയാൾ ചോദിച്ച കൂലിയായോ? ഇല്ല. അയാൾ ചോദിക്കുന്ന കൂലി എത്രയാ? 200 വോൾട്ട്. അപ്പൊ അതിന്റെ പകുതിയല്ലേ കൊടുത്തത്, എങ്കിൽ അതിന്റെ പവർ എത്രയാകും? കൂലി പകുതിയാക്കിയാൽ പണി എത്ര എടുക്കുമെന്നാ ചോദിക്കുന്നത്. കൂലി പകുതിയാക്കിയാൽ പണി പകുതിയാകുമോ അല്ല വേറെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഈ വോൾട്ടേജിൽ പ്രവർത്തിക്കുമ്പോൾ എത്രയാണ് പവർ? അതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ എന്നാണ്. ക്വസ്റ്റ്യനിൽ തന്നതെന്നാണ്, വോൾട്ടേജ് തന്നിട്ടുണ്ട് 100 വോൾട്ട്, 100 വോൾട്ട്. അപ്പോഴുള്ള പവർ ആണ് ചോദിക്കുന്നത്. വി മാത്രം തന്നാൽ പവർ കണ്ടുപിടിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. പവർ കണ്ടുപിടിക്കാൻ 3 ഇക്വേഷൻ ആണ്. വി ഐ പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ, പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. അപ്പൊ ഇതിലേതായാലും വോൾട്ടേജ് ഇല്ല, അപ്പൊ അതിന്റെ ഇക്വേഷൻ വേണ്ട. അപ്പൊ ബാക്കി 2 ഇക്വേഷനാണ്. ഇതിലേതെന്നാണ് ഉപയോഗിക്കേണ്ടത് അല്ലെ? ഇത് ഉപയോഗിക്കണമെങ്കിൽ കറണ്ട് അറിയണം, ഇത് ഉപയോഗിക്കണമെങ്കിൽ പ്രതിരോധം അറിയണം. ഇവിടെ പ്രതിരോധം ഉണ്ടോ? ഇല്ല. കറണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ 2 ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താക്കണം? ഒന്നെങ്കിൽ പ്രതിരോധം കണ്ടെത്തണം, അല്ലെങ്കിൽ കറണ്ട് കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്തും? അതിനാണല്ലോ മുകളിട്ടത്. കണ്ട അതിന്റെ പവർ രേഖപ്പെടുത്തിയിട്ട് ഒരു പവർ കണ്ട, പി ഈസ് ഈക്വൽ ടു 800 വാട്ട്, വോൾട്ടേജ് കണ്ട 200 വോൾട്ട്. ഈ 2 ഉപയോഗിച്ചിട്ട് ഒന്നെങ്കിൽ കറണ്ട് കണ്ടെത്തുക, എന്നിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പ്രതിരോധം കണ്ടെത്തുക, എന്നിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ഇതിൽ ഏത് കണ്ടെത്തും നിങ്ങൾ? ഇവിടെ നിന്ന് കറണ്ട് കണ്ടെത്തുന്നോ? ആ ഇക്വേഷൻ കറണ്ട് കണ്ടെത്താൻ പറ്റൂല. പി ഈസ് ഈക്വൽ ടു വി ഐ, ഐ ഈസ് ഈക്വൽ ടു പി ബൈ വി. പി എത്രയാ? 800. വി എത്രയാ? 200. അപ്പൊ എത്ര കിട്ടി? 4 ആമ്പിയർ. ആ കറണ്ട് ഇവിടെ കൊടുത്താൽ പോരെ? നമുക്ക് പി ഈസ് ഈക്വൽ ടു വി ഐ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചൂടെ? കറണ്ട് അവിടെ കണ്ടെത്തി, എന്നിട്ട് ഇവിടെ കൊടുത്താൽ പോരെ? പറ്റൂല. അവിടെ കറണ്ട് കണ്ടെത്തിയിട്ട് ഇവിടെ കൊടുത്താൽ ആ ഉത്തരം തെറ്റായിരിക്കും. എന്ത്? നിങ്ങൾ ഇവിടുത്തെ കറണ്ട് കണ്ടെത്തിയത് എത്രയിലാണ്? 200 വോൾട്ടിലുള്ള കറണ്ടാണ്. ഇപ്പൊ വോൾട്ടേജ് മാറിയല്ലേ പറഞ്ഞത്. വോൾട്ടേജ് മാറിയാൽ കറണ്ട് മാറൂലേ? അപ്പൊ ഈ 2 വോൾട്ടേജ്, ഈ വോൾട്ടേജിൽ നിന്നും ഈ പവറിൽ നിന്നും കറണ്ട് കണ്ടെത്തിയിട്ട് ആ കറണ്ട് ഇവിടെ കൊടുത്തിട്ട് പവർ കണ്ടെത്താൻ പാടില്ല. സോ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്, പി ഈസ് ഈക്വൽ ടു വി ഐ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഈ കണക്ക് ചെയ്യരുത്. പിന്നെ എന്താണ് ചെയ്യേണ്ടത് അറിയാവോ? ഈ 2 ഉപയോഗിച്ചിട്ട് നിങ്ങൾ പ്രതിരോധം കണ്ടെത്തുക. പ്രതിരോധം പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണല്ലോ. എങ്കിൽ ആർ എന്താണ്? ആർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി. ഇങ്ങനെ ആർ കണ്ടെത്തുക. ആ ആർ ഇവിടെ കൊടുക്കുക. വോൾട്ടേജ് മാറുമ്പോൾ ഉപകരണത്തിന്റെ പ്രതിരോധം മാറുന്നില്ലല്ലോ. വോൾട്ടേജ് മാറുമ്പോൾ കറണ്ടാണ് മാറുന്നത്. ഉപകരണം അത് തന്നെയാണ്, അതിന്റെ പ്രതിരോധം മാറുന്നില്ല. പ്രതിരോധം മാറണമെങ്കിൽ ചാലകത്തിന്റെ നീളമോ വണ്ണമോ മാറണം. അതുകൊണ്ട് ഈ 2 പ്രതിരോധം കണ്ടെത്തിയിട്ട് ആ പ്രതിരോധം ഇവിടെ കൊടുക്കുക.
അപ്പൊ നിങ്ങൾ ഇവിടെ ഈ കണക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ള ഇക്വേഷൻ ഇതാണ്. P is equal to V square by R. അങ്ങനെയാണ് പുതിയ പവർ കണ്ടെത്തേണ്ടത്. ആ പുതിയ പവർ കണ്ടെത്താനുള്ള പ്രതിരോധം എവിടെ നിന്ന് കണ്ടെത്തണം? അത് ഈ രണ്ട് തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് കണ്ടെത്തണം. അപ്പൊ എങ്ങനെ കണ്ടെത്താൻ നോക്കാം? P is equal to V എത്രയാണ്? 200. 200ന്റെ സ്ക്വയർ 200 × 200 by 800 അല്ല മക്കളെ? 4. ഓക്കെ, 4 20 എത്ര പ്രാവശ്യം? 5. സോ R എത്രയാണ്? 50 ഓം. മനസ്സിലായില്ലേ? നോക്കുക, മനസ്സിലാത്തവർക്കായിട്ട് V എത്രയാണ്? 200. 200ന്റെ സ്ക്വയർ 200 × 200 ബൈ P എത്രയാണ്? 800. കട്ടാക്കുന്നു, ലഘൂകരിക്കുന്നു. 4. ഈ 4 20 എത്ര? 5. 5 × 0 50. നിങ്ങൾക്ക് സൈഡിൽ ചെയ്ത് സൈഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഒരു എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ്, അപ്പൊ നമ്മൾ ഉപകരണത്തിന്റെ പവർ പ്രതിരോധം കണ്ടെത്തി. ഇനി ഒന്നാമത്തേത് കണ്ടെത്താം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വോൾട്ടേജ്. പുതിയ വോൾട്ടേജ് എത്രയാണ്? 100 വോൾട്ട്. പ്രതിരോധം നമ്മൾ കണ്ടെത്തി R is equal to 50 ഓം. ഓക്കെ, ഇനി എന്താണ് പുതിയ പവർ? പുതിയ പവർ is equal to P is equal to V square by R. V എത്രയാ? 100. അതിന്റെ സ്ക്വയർ 100 × 100 by 50. 2 × 100 200 വാട്ട്. എന്താ സംഗതി? നമ്മൾ വോൾട്ടേജ് പകുതിയാക്കിയപ്പോൾ പവർ എത്രയാണ്? പകുതിയായതാണോ? കൂലി പകുതിയാക്കിയപ്പോൾ പണി പകുതിയായതല്ല, പകുതിയുടെ പകുതിയായി. സോ ഉപകരണത്തിന് നൽകുന്ന വോൾട്ടേജ് പകുതിയാക്കിയാൽ പവർ 4 കുറയും. വോൾട്ടേജ് V/2 ആയാൽ പവർ P/4 ആകും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 50 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ എത്രയാണ് പവർ? ഈക്വൽ ടു P. രണ്ടാമത്തത് എന്താണ്? പുതിയ വോൾട്ടേജ് 50 വോൾട്ട്. ഓക്കെ, അപ്പോഴുള്ള പവർ എത്രയാണെന്ന് കണ്ടെത്തണം. എന്താണ് പ്രതിരോധം? 50 ഓം. ഇത് ചെയ്യാതെ തന്നെ കണ്ടെത്താം. 100 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ എത്രയാണെന്ന് കണ്ടെത്തിയിട്ടില്ല. പവർ എത്ര? 200 വാട്ട്. അതിന് നമ്മൾ പവർ വോൾട്ടേജിന്റെ പകുതിയാക്കി. അപ്പൊ പവർ എന്താവും? പകുതിയുടെ പകുതിയാവും. 200ന്റെ പകുതി 50 അല്ല, 200ന്റെ പകുതി 100, 100ന്റെ പകുതി 50 അല്ലെ? അപ്പൊ നോക്കാം, നമുക്ക് 50 കിട്ടുന്നത് നോക്കാം. സോ P is equal to V square by R. V എത്രയാണ്? 50. V ന്റെ സ്ക്വയർ 50 × 50 by R 50 വാട്ട്. ഓക്കെ, അപ്പൊ മറന്നുകൂടാ, ഒരു വൈദ്യുതോപകരണത്തിന്റെ പവർ മാത്രമായിട്ട് പറയാറില്ല. ആ പവർ കിട്ടുന്നത് ഏത് വോൾട്ടേജിൽ പ്രവർത്തിക്കുമ്പോഴാണ് എന്ന് കൂടി പറയണം. ആ വോൾട്ടേജിൽ നിന്ന് വോൾട്ടേജ് വ്യത്യസ്തമാകുമ്പോൾ പവർ മാറും. വോൾട്ടേജ് കൂടുമ്പോൾ പവർ കൂടും, വോൾട്ടേജ് കുറയുമ്പോൾ പവർ കുറയും. വോൾട്ടേജ് പകുതിയായാൽ പവർ 4 കുറയും. ഓക്കെ, നമ്മളിനി പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ബൾബിലെ പൊട്ടിയ ഫിലമെന്റിന്റെ ഭാഗങ്ങൾ വീണ്ടും ചേർത്ത് വെച്ച് പ്രകാശിപ്പിച്ചാൽ ബൾബിന്റെ പവറിന് എന്ത് മാറ്റം ഉണ്ടാകും? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. ഒരു ഫിലമെന്റ് ലാമ്പിന്റെ ഫിലമെന്റ് ഇതാണ്. ഫിലമെന്റ് ഇതാണ് നമ്മുടെ ഫിലമെന്റ് ലാമ്പ്. ഓക്കെ, ഈ ഫിലമെന്റ് ലാമ്പിന്റെ ഫിലമെന്റ് പൊട്ടിപ്പോയി. ഓക്കെ, അപ്പൊ പിന്നെ ഇതിലെ കൂടി കറണ്ട് പോകില്ലല്ലോ. ഫിലമെന്റിലെ കൂടി കറണ്ട് പോയിട്ട് ഫിലമെന്റ് ജ്വലിച്ചിട്ടാണ് സാധാരണ ഫിലമെന്റ് ലാമ്പിൽ പ്രകാശം ഉണ്ടാകുന്നത്. ഫിലമെന്റ് ലാമ്പിന്റെ ഫിലമെന്റിലെ കൂടി കറണ്ട് ഇങ്ങനെ പോകണം. അപ്പൊ ഫിലമെന്റ് പൊട്ടിപ്പോയി. നിങ്ങൾ എന്താക്കിയെന്ന് അറിയാവോ? അതിനടുത്ത് ഇങ്ങനെ കുലുക്കിയിട്ട് നിങ്ങൾ അതിനെ കൂട്ടിയൊരുമിച്ച്. ഓക്കെ, എൻ്റെ ഉള്ളിൽ കൈയിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ തന്നെ എന്താ പറയാ, നിങ്ങൾ പിന്നെ കുലുക്കിയിട്ട് നിങ്ങൾ അതിനെ ജോയിൻ ആക്കി. അങ്ങനെ ജോയിൻ ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ പവറിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ? നേരത്തെ ഇതൊരു 50 വാട്ട് പവറുള്ള ബൾബായിരുന്നു.
ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിന്റെ പവർ 50 വാട്ട് തന്നെയാണോ? പവറിൽ വല്ല മാറ്റവും ഉണ്ടോ? ഓക്കെ, നമുക്ക് അത് ചെക്ക് ചെയ്യാം. സാധാരണ രീതിയിൽ ഇങ്ങനെ നിങ്ങൾ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും നേരത്തെ ഉള്ള പോലെ ഇതാണ് ഫിലമെന്റ് എന്ന് വിചാരിക്കുക. ഇവിടെ വെച്ചിട്ട് പൊട്ടിയിട്ട് കൂട്ടി യോജിപ്പിക്കുമ്പോൾ നേരത്തെ ഉള്ള പോലെ ഇങ്ങനെ മുട്ടൂലല്ലോ, ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കപ്പെടൂലല്ലോ. പിന്നെയോ ഇങ്ങനെ ഒരു കൊളുത്തലാണ് വേണ്ടത്, ഇങ്ങനെ ഒരു കൊളുത്തലുണ്ടാവും. അപ്പൊ എന്ത് സംഭവിച്ചു? കറന്റ് പോകുന്ന ഭാഗത്തിന്, അതായത് ഫിലമെന്റിന്റെ നീളത്തിന് ഒരു കുറവ് സംഭവിച്ചു. ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ടോ ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ടോ കറന്റ് പോവില്ല. പിന്നെ കറന്റ് പോകുന്ന എങ്ങനെയാണ്? ഇതിലെ കൂടി ഇങ്ങനെ വന്നിട്ട് ഇത് ഇങ്ങനെ പോകും, ഇതിലിങ്ങനെ വരില്ല. അപ്പൊ കറന്റ് പോകുന്ന ഭാഗം ഫിലമെന്റിന്റെ നീളം കുറഞ്ഞു. കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഫിലമെന്റിന്റെ നീളം കുറഞ്ഞു. നീളം കുറയുമ്പോൾ, ഏതൊരു കമ്പിയുടെയും നീളം കുറയുമ്പോൾ അതിന്റെ പ്രതിരോധം കുറയും. അപ്പോൾ ഫിലമെന്റ് ലാമ്പിന്റെ ഫിലമെന്റിന്റെ നീളം കുറഞ്ഞത് കാരണം പ്രതിരോധം കുറയുന്നു. വ്യക്തമായിട്ട് കേൾക്കണം. എന്തായി? നീളം കുറഞ്ഞു, പ്രതിരോധം കുറഞ്ഞു. പ്രതിരോധം കുറഞ്ഞാൽ ഓം നിയമം എന്താ പറയുന്നത്? പ്രതിരോധം കുറഞ്ഞാൽ I = V/R. പ്രതിരോധം കുറഞ്ഞാൽ കറന്റ് കൂടും. നേരത്തേതിൽ നിന്നും വ്യത്യസ്തമായിട്ട്, ഇതാണ് പൊട്ടിയ ഫിലമെന്റ് എന്ന് യോജിപ്പിച്ചെന്ന് വിചാരിക്കുക. നേരത്തേതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് കറന്റ്, നേരത്തെ ഒഴുകിയതിനേക്കാൾ കൂടിയ കറന്റ് ആ ഫിലമെന്റിലേക്ക് കൂടി ഒഴുകാൻ തുടങ്ങും. കൂടിയ കറന്റ് ഒഴുകുമ്പോൾ കറന്റ് കൂടുമ്പോൾ P=I²R. ഓർമ്മയില്ലേ? എന്തായി? I കൂടുമ്പോൾ പവർ കൂടും എന്ന് പറഞ്ഞാൽ ഫിലമെന്റ് ലാമ്പിന്റെ പവർ കൂടും. ഇനി അത് പ്രവർത്തിക്കുന്നത് നേരത്തെയുള്ള പവറിലല്ല, ഉയർന്ന പവറിലാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു ഓർമ്മയുണ്ട? ഉയർന്ന പവറിൽ പ്രവർത്തിക്കുമ്പോൾ അത് കേടാവാനുള്ള സാധ്യതയുണ്ട്. എന്തേ? H=PT. ഓർമ്മയില്ലേ? പവർ കൂടി, ഉയർന്ന പവറിൽ പ്രവർത്തിക്കുമ്പോൾ കൂടിയ താപം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ട് ഫിലമെന്റ് വീണ്ടും ഉരുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്, പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായ? അപ്പൊ ഒന്നുകൂടി, പൊട്ടിയ ഫിലമെന്റിനെ യോജിപ്പിക്കുമ്പോൾ പ്രതിരോധം കുറയും. പ്രതിരോധം കുറയുമ്പോൾ കറന്റ് കൂടും. കറന്റ് കൂടുമ്പോൾ പവർ കൂടും. പവർ കൂടിയാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം കൂടിയിട്ട് അത് പൊട്ടിപ്പോകും. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഉത്തരം ക്ലിയർ ആണല്ലോ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 3 ബൾബുകൾ എങ്ങനെ 40 വാട്ട്, 60 വാട്ട്, 100 വാട്ട് വ്യത്യസ്ത പവറുള്ള 3 ബൾബുകൾ 2 രീതിയിൽ ബന്ധിപ്പിച്ചിട്ട് കണ്ടോ. ഇതിൽ ആദ്യത്തെ ശ്രേണി രീതിയാണ്, രണ്ടാമത്തത് സമാന്തര രീതിയാണ്. ശ്രേണി രീതി, സമാന്തര രീതി അല്ലെ? ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും 3 ബൾബുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ രീതിയിലും ഏത് ബൾബിനാണ് പ്രകാശ തീവ്രത കൂടുതൽ? അപ്പൊ അടയാളപ്പെടുത്തിയത് കണ്ടോണം മക്കളെ. ഇതിന് 40 വാട്ടാണ് പവർ. ആ 40 വാട്ടിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് 230 വോൾട്ട് കൊടുക്കണം. 60 വാട്ടിൽ പ്രവർത്തിക്കണമെങ്കിൽ 230 വോൾട്ട് കൊടുക്കണം. 100 വാട്ടിൽ പ്രവർത്തിക്കണമെങ്കിൽ 230 വോൾട്ട് കൊടുക്കണം. അതാണ് ഈ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതാത് ബൾബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇനി ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടെന്ന് വിചാരിക്കും. ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ 3 ബൾബും പ്രകാശിക്കും. എന്തുകൊണ്ട്? കറന്റ് അതിൽ 3 എണ്ണത്തിൽ കൂടി കറന്റ് പോകും. ഏതാണ് കൂടിയ പ്രകാശ തീവ്രതയിൽ പ്രവർത്തിക്കുക? അതേപോലെ ഇവിടെയും സ്വിച്ച് ഓൺ ആക്കിയാൽ ഏതാണ് കൂടിയ പ്രകാശ തീവ്രതയിൽ പ്രവർത്തിക്കുക? നോക്കാം. അപ്പോ 3 വ്യത്യസ്ത പവറാണ് ഉള്ളത്. ഇനി നോക്ക് മക്കളെ, ഇവിടെ ഈ 3 എണ്ണം ബന്ധിപ്പിച്ചിട്ടുള്ളത് ശ്രേണി രീതിയിലല്ലേ? ശ്രേണി രീതിയുടെ പ്രത്യേകത എന്താണ്? ശ്രേണി രീതിയിൽ വോൾട്ടേജ് വ്യത്യസ്തമാണ്, കറന്റ് തുല്യമാണ്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ 3 കൂടി ഒരേ കറന്റ് ഒഴുകുക. ഇതിലെ കൂടി ഒഴുകിയ കറന്റ് തന്നെയാണ് ഇതിലെ കൂടി ഒഴുകുക. അതേ കറന്റാണ് ഇതിലെ കൂടി ഒഴുകുക. 3 കൂടി ഒരേപോലെ കറന്റ് ഒഴുകിയാൽ 3 ഒരേപോലെ ഒരേ പ്രകാശ തീവ്രതയിലല്ലേ പ്രവർത്തിക്കുക അല്ലേ? 3 ഒരേ കറന്റ് അല്ലടാ കിട്ടുന്നത്. അപ്പൊ 3 ഒരേപോലെ പ്രകാശിക്കണ്ടേ? ഇല്ല. എന്തേ? 3 ഒരേ വോൾട്ടേജ് കിട്ടുന്നില്ല, വ്യത്യസ്ത വോൾട്ടേജ് ആണ് കിട്ടുന്നത്. അപ്പോൾ ആർക്കാണോ കൂടിയ വോൾട്ടേജ് കിട്ടുന്നത് അത് കൂടിയ പ്രകാശ തീവ്രതയിൽ പ്രവർത്തിക്കും. അതിനാണ് കൂടുതൽ ബ്രൈറ്റ്നസ്. അതാണ് 3 ഒരേ കറന്റ് ആണെങ്കിൽ വോൾട്ടേജ് വ്യത്യസ്തമാണ്.
നിയമമാണ്. ആർക്കാണോ കൂടിയ വോൾട്ടേജ് കിട്ടുന്നത് അത് കൂടിയ പ്രകാശ തീവ്രതയിൽ പ്രവർത്തിക്കും. അപ്പൊ എന്ത് നോക്കണം? ആർക്കാണ് കൂടിയ വോൾട്ടേജ് കിട്ടുന്നത് നോക്കണം. ഓക്കെ, ഈ കൊടുക്കുന്ന 230 വോൾട്ട് മൂന്നാൾക്ക് ഒരേപോലെ കിട്ടൂലടാ. വോൾട്ടേജ് വിഭജിച്ചു പോകും. ശ്രേണി രീതിയുടെ പ്രത്യേകതയാണ്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആർക്കാണ് കൂടിയ വോൾട്ടേജ് കിട്ടുന്നത് അറിയാം. അത് നിങ്ങൾക്കറിയാം. ഓം നിയമപ്രകാരം V = IR. ആർക്കാണോ പ്രതിരോധം കൂടുതൽ അയാൾക്ക് വോൾട്ടേജ് കൂടുതലാണ്. ഈ മൂന്നെണ്ണത്തിൽ ആർക്കാണോ പ്രതിരോധം കൂടിയത് നോക്കുക, അപ്പൊ അയാൾക്ക് കൂടിയ വോൾട്ടേജ് കിട്ടും എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതെന്താ അറിയണം? ആർക്കാണ് കൂടിയ പ്രതിരോധം എന്നറിയണം. അതിന് നമുക്കറിയാം P = V²R അല്ലേ? പ്രതിരോധം കൂടണമെങ്കിൽ പവർ കുറയണം. പ്രതിരോധം താഴെയാണത്. അപ്പൊ പ്രതിരോധം കൂടണമെങ്കിൽ പവർ കുറയണം. അപ്പൊ ഇതിൽ ആർക്കാണോ പവർ കുറവുള്ളത് അതിന് പ്രതിരോധം കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ 40 വാട്ടിനാണ് പവർ കുറവ്, അതിന് പ്രതിരോധം കൂടുതലാണ്. നേരെ നോക്കണേ. R = V²P. പ്രതിരോധം കൂടണമെങ്കിൽ പവർ കുറയണം. അപ്പൊ ഞാൻ പറഞ്ഞു, പവർ കുറഞ്ഞതിന് പ്രതിരോധം കൂടുതലാണ്, പ്രതിരോധം കൂടിയതിന് വോൾട്ടേജ് കൂടുതലാണ്, വോൾട്ടേജ് കൂടിയതിന് പ്രകാശ തീവ്രത കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഈ ബൾബ് നല്ല പ്രകാശ തീവ്രതയിൽ പ്രവർത്തിക്കും. ഇത് അതിനേക്കാൾ കുറച്ച് കുറവായിരിക്കും പ്രകാശം, ഇതിന് മങ്ങിയ പ്രകാശം. ഇനി അവിടെ നോക്കാം. എന്താണ് സമാന്തര രീതിയുടെ പ്രത്യേകത? അവിടെ എല്ലാവർക്കും വോൾട്ടേജ് ഒന്ന് തന്നെ. ഈ വോൾട്ടേജ് എല്ലാം ഒരേപോലെ കിട്ടും. പക്ഷെ എന്താണ്, കറന്റ് വ്യത്യസ്തമാണ് അല്ലെ? ഇതിലെ കൂടി വരുന്ന കറന്റ് ഇവിടെ വെച്ചിട്ട് സ്പ്ലിറ്റ് ആവുമല്ലോ. കുറച്ചിലെ പോകും, കുറച്ചിതിലെ പോകും, കുറച്ചിതിലെ പോകും. ഏതിലെ കൂടിയാണ് കൂടിയ കറന്റ് ഒഴുകിയത് അതിന് കൂടിയ പ്രകാശ തീവ്രത കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നോക്കണം, ആർക്കാണ് കൂടിയ കറന്റ് നോക്കണം. എന്താണ് കറന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? ഓം നിയമപ്രകാരം V/R. അപ്പൊ കറന്റ് കൂടണമെങ്കിൽ പ്രതിരോധം കുറയണം. ഇതിൽ ആർക്കാണോ പ്രതിരോധം കുറവുള്ളത് അതിന് കറന്റ് കൂടുതലാണ്. അതെങ്ങനെ കണ്ടെത്തും? R = V²P. പ്രതിരോധം കുറയണമെങ്കിൽ പവർ കൂടണം. അപ്പൊ പവർ കൂടിയതിന് പ്രതിരോധം കുറവാണ്, പ്രതിരോധം കുറഞ്ഞതിന് കറന്റ് കൂടുതലാണ്, അതിന് പ്രകാശ തീവ്രത കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ 100 വാട്ട് 100 വാട്ട് നല്ല പ്രകാശ തീവ്രതയിൽ പ്രവർത്തിക്കും. ഇതിൽ കുറച്ച് കുറവാണ്, ഇതിൽ കുറച്ച് കൂടി കുറവാണ്. അപ്പൊ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ പവർ കുറഞ്ഞതിനാണ് പ്രകാശ തീവ്രത കൂടുതൽ, സമാന്തര രീതിയിൽ ബന്ധിപ്പിച്ചാൽ പവർ കൂടിയതിനാണ് പ്രകാശ തീവ്രത കൂടുതൽ. അവിടെ ആർക്കാണ് കൂടിയ വോൾട്ടേജ് കിട്ടുന്നത് നോക്കണം, ഇവിടെ ആർക്കാണ് കൂടിയ കറന്റ് കിട്ടുന്നത് നോക്കണം. ഇവിടെ കൂടിയ വോൾട്ടേജ് കിട്ടണമെങ്കിൽ പ്രതിരോധം കൂടണം, പ്രതിരോധം കൂടണമെങ്കിൽ പവർ കുറയണം. ഇവിടെ കൂടിയ കറന്റ് കിട്ടണമെങ്കിൽ പ്രതിരോധം കുറയണം, പ്രതിരോധം കുറയണമെങ്കിൽ പവർ കൂടണം. ഓക്കെ അല്ലേ?